കടന്നാക്രമിച്ചതിൽ പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്ത് ഇന്ത്യ. ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. പഞ്ചാബ്, ജമ്മുകാശ്മീർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാന്റെ 8 മിസൈലുകളും ഇന്ത്യ തകർത്തിരുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിൽ പാക് ആക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. F-16, JF-17 എന്നീ വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. അതിർത്തിയിൽ പരിധി ലംഘിച്ച് പാകിസ്ഥാൻ ജമ്മുവിൽ തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാക് യുദ്ധവിമാനം F-16 ഇന്ത്യൻ സേന വീഴ്ത്തി. സർഫസ് ടു എയർ മിസൈൽ അതായത് സാം പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത്. പാക് വ്യോമസേനയുടെ പ്രധാന താവളമായ സർഗോദ വ്യോമത്താവളത്തിൽ നിന്ന് F-16 വിമാനം ഇന്ത്യയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് പറന്നുയരുകയായിരുന്നു. സർഗോദയ്ക്ക് സമീപം വച്ചു തന്നെ ഇന്ത്യയുടെ സാം പ്രതിരോധ സംവിധാനം യുദ്ധവിമാനം തകർക്കുകയായിരുന്നു. ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തതിനു പിന്നാലെയാണ് യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടായിരുന്നു പാക് ആക്രമണ ശ്രമം. അതേസമയം വിമാനത്താവളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. വ്യോമസേനയുടെ താവളവും ജമ്മു വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 50ഓളം ഡ്രോണുകളും 8 പാക് മിസൈലുകളുമാണ് റഷ്യൻ നിർമ്മിത S-400 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത്. ജമ്മുവിൽ മൊബൈൽ ഫോൺ സേവനം തടസ്സപ്പെട്ടു. അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജമ്മുവിനെ കൂടാതെ രാജസ്ഥാനിലും പഞ്ചാബിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി ജമ്മുവിലും പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തി മേഖലകളിലും വെളിച്ചം അണച്ചു. ജമ്മുവിൽ തുടർച്ചയായ അപായ സൈറണുകൾ മുഴങ്ങുകയാണെന്ന് നാട്ടുകാരെ ഉദ്ദേശിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കശ്മീരിലും പഞ്ചാബിലും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-എ തോയ്ബയും ചാവേർ ആക്രമണം നടത്തിയേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ സേന തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇതിൽ നടുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനിയും ഇത്തരത്തിലുള്ള ആകാശ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധവിമാനം തകർത്തതിലൂടെ ഇന്ത്യ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. അതേസമയം ജനങ്ങളോട് പരിഭ്രാന്തരാകേണ്ട എന്ന് ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് ഇത്തരത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലാഹോറിൽ ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കശ്മീരിലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നത്. ഇന്ത്യയിലേക്ക് ആക്രമണ ശ്രമങ്ങളുമായി പാക് വിമാനങ്ങളും ഡ്രോണുകളും എത്തുകയായിരുന്നു. ഇതെല്ലാം വെടിവെച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്ത്യ. എന്തായാലും അതിർത്തികളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു വിമാനത്താവളത്തിലും എയർ സ്ട്രിപ്പിലും ജമ്മു, ഉദ്ധംപൂർ, അഗ്നേനൂർ, പഠാൻകോട്ട്, സാംബ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.